കൃഷ്ണാരി മിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ, ഹേ നാഥനാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ, ഹേ നാഥനാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടെ പൊന്നുണ്ണി കൃഷ്ണൻ പൊന്നോടക്കുഴലൂതി നമ്മുടെ സത്സംഗ കൃഷ്ണനായിട്ട് വന്നു നിൽക്കുകയാണ്. ആ സത്സംഗ കൃഷ്ണന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥ നോക്കാം. അതിനു മുൻപായിട്ട് ജയശ്രീ പ്രദീപ് എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട്, വൈശാഖ മാസ പുണ്യകഥയിൽ ഗഡ്വാങ്കന്റെ കഥയൊന്ന് പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഗഡ്വാങ്കന്റെ കഥയാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനു മുൻപായിട്ട് അബ്ധാർദ്ധേന ഹരിം പ്രസന്നമകരോൾ ഔത്വാനപാതി ശിശു സപ്താഹേന നൃപ പരീക്ഷിതബല യാമാർത്ഥദാ പിംഗള ഗഡ്വാംഗോ ഘടികദ്വയേന നവതി പ്രായോപി തന്നവ്യധേൻ തം കാരുണ്യനിധിം പ്രപദ്യ ശരണം ശേഷായുഷാ തോഷയേ. ഇത് ഈ ഒരു ശ്ലോകം ഇതിനു മുമ്പ് ഞാൻ ചൊല്ലിയിട്ടുണ്ട്. ഈ ശ്ലോകം ഞാൻ ചൊല്ലാറുള്ളത് ചേലപ്പറമ്പിന്റെ കഥ പറയുന്ന സമയത്താണ്. ചേലപ്പറമ്പ് എന്ന ആ ഒരു ദിവ്യനായ നമ്പൂതിരി കാമദേവന്റെ അവതാരമാണ് അദ്ദേഹം എന്നാണ് കണക്കാക്കപ്പെടാറുള്ളത്. അദ്ദേഹത്തിന്റെ ആ ഒരു അവസാന നിമിഷത്തെ പ്രാർത്ഥനയായിട്ടാണ് ഈ ഒരു ശ്ലോകം അദ്ദേഹം ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ചൊല്ലി കേൾപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു ശ്ലോകത്തിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഔത്താനപാതി ശിശു, അതായത് ഉത്താനപാദ മഹാരാജാവിന്റെ മകനായ ധ്രുവന് ഏതാണ്ട് 6 മാസക്കാലത്തോളം ഭഗവാനെ ഭജിച്ച് പ്രത്യക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചു. സപ്താഹേന ദ്രവ പരീക്ഷിത ബല എന്ന് പറഞ്ഞാൽ പരീക്ഷിത് മഹാരാജാവ് സപ്താഹം കേട്ടുകൊണ്ട് ഭഗവാനെ പ്രസാദിപ്പിച്ച് ഭഗവത് ലോകത്തേക്ക് പോയി. ഗഡ്വാങ്കൻ എന്ന ആ ഒരു രാജാവ് ഘടികദ്വയ, അതായത് ഏതാണ്ട് 48 മിനിറ്റ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണക്ക്. ആ ഒരു സമയം കൊണ്ട് ഭഗവാനെ ഭജിച്ച് ഭഗവത് ലോകം പോകാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഒരു യാമത്തിന്റെ പകുതിയോളം മാത്രം മതിയായിരുന്നു പിങ്കള എന്ന ആ ഒരു നഗരവേശ്യയ്ക്കും ഭഗവാനിലേക്ക് എത്താനായിട്ട്. ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ടും ഭഗവാന്റെ ലോകത്ത് എത്തിയ അനേകം ഭക്തരുണ്ട്. എൻ്റെ മുമ്പിൽ ഇനി ഏതാനും ചില നിമിഷം മാത്രമേ ഉള്ളൂ, എൻ്റെ ബാക്കിയുള്ള ആയുസ് അങ്ങയുടെ സന്തോഷത്തിനായിട്ട് വരണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കരിച്ചുകൊണ്ടാണ് ചേലപ്പറമ്പ് ഭഗവാന്റെ ലോകത്തേക്ക് എത്തിയത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഗഡ്വാങ്കൻ വെറും 48 മിനിറ്റ് കൊണ്ട് ഭഗവാന്റെ ലോകത്തേക്ക് എത്തിയെന്ന്. ആരാണ് ഗഡ്വാങ്കൻ എന്ന ആ ഒരു കഥയാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇക്ഷ്വാകു വംശത്തിലെ മഹാരാജാവായിരുന്നു ഗഡ്വാങ്കൻ. ഇക്ഷ്വാകു വംശം എന്ന് പറയുമ്പോൾ ശ്രീരാമന്റെ ഒരു പൂർവികരായിട്ടാണ് വരിക. അദ്ദേഹം വളരെ പ്രബലനായിട്ടുള്ള ഒരു രാജാവായിരുന്നു, ശക്തിശാലിയായിരുന്നു. അങ്ങനെ ഇരിക്കെ ആ ഒരു സമയത്ത് ദേവാസുര യുദ്ധം വന്നു എന്നും ദേവന്മാരെ അനുകൂലിക്കാൻ അല്ലെങ്കിൽ ദേവന്മാരുടെ ഭാഗത്ത് നിന്ന് യുദ്ധം ചെയ്യാനായിട്ട് ഗഡ്വാങ്കനെ സാക്ഷാൽ ദേവേന്ദ്രൻ തന്നെ ക്ഷണിച്ച് സ്വർഗലോകത്തേക്ക് കൊണ്ടുപോയി എന്നും അല്ലെങ്കിൽ ദൈവലോകത്തേക്ക് കൊണ്ടുപോയി എന്നും ഈ ഗഡ്വാങ്കന്റെ സഹായത്തോടു കൂടി ദേവന്മാരെ യുദ്ധം ജയിച്ചു എന്നുമാണ് കഥ. ഈ യുദ്ധം ജയിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് സ്വാഭാവികമായിട്ടും ദേവേന്ദ്രൻ ചോദിച്ചു, എന്ത് വരമാണ് അങ്ങേക്ക് വേണ്ടത് എന്ന്. അപ്പൊ അദ്ദേഹം ഒറ്റ കാര്യമേ ചോദിച്ചിട്ടുള്ളൂ, വരെ ഒന്നും അദ്ദേഹം ചോദിച്ചിട്ടില്ല. സ്വർഗമോ അല്ലെങ്കിൽ സ്വർഗീയ സുഖങ്ങളോ ഒന്നുമല്ല അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹം ചോദിച്ചു, ഇനി എനിക്ക് എത്ര ആയുസ് ബാക്കിയുണ്ട് എന്ന്. അതാണ് ഏതാണ്ട് 2 ഘടികാദ്വയേന എന്ന് പറഞ്ഞാൽ ഒരു ഘടിക എന്ന് പറഞ്ഞാൽ ഒരു നാഴിക എന്നാണ് അർത്ഥം. ഒരു നാഴിക എന്ന് പറയുന്നത് ഏതാണ്ട് 24 മിനിറ്റാണ് വരിക. അപ്പൊ 2 നാഴികയോളം മാത്രമാണ് അങ്ങേക്ക് ഇനി ആയുസ് ബാക്കിയുള്ളത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതാണ്ട് 48 മിനിറ്റോളം മാത്രമാണ് അങ്ങേക്ക് ഇനി ആയുസ് ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട അദ്ദേഹം തിരിച്ച് ഭൂമിയിൽ വന്നിട്ട് ആദ്യം ചെയ്തത് ഭഗവാനെ ശരണം പ്രാപിക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ള ഈ ഏതാനും ചില നിമിഷങ്ങൾ കൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിച്ച് ഭഗവാന്റെ ലോകത്തേക്ക് എത്തുക എന്നുള്ളതാണ് ഈ ഗഡ്വാങ്ക മഹാരാജാവ് ചെയ്തത്.
നോക്കൂ, നമ്മളാണെങ്കിൽ ആയുസ് കൂട്ടിത്തരണം, സ്വർഗീയ സുഖം വേണം, അങ്ങനെ പല കാര്യങ്ങളുമായിരിക്കാം അല്ലെ ആവശ്യപ്പെടുന്നുണ്ടാവുക. പക്ഷെ അദ്ദേഹം ആവശ്യപ്പെട്ടത് ഒന്നും തന്നെ ഇല്ല. അദ്ദേഹം ആ ബാക്കിയുള്ള സമയം എങ്ങനെ ഭഗവാന്റെ ലോകത്തേക്ക് എത്താം എന്നതിനെ കുറിച്ച് ചിന്തിച്ച് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഭഗവത് പദം പൂകിയ ആ ഒരു മഹത് വ്യക്തിയാണ് ഖണ്ഡുവാങ് മഹാരാജാവ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കഥ പറയാനായിട്ട് ഭക്ത തന്നെ ആവശ്യപ്പെട്ടതുകൊണ്ട് ആ കഥ തന്നെയാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ കഥയുടെ വിശേഷം. നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം അല്ലേ. ഇന്നത്തെ ചോദ്യങ്ങൾ: സവിത, ഞാൻ രശ്മിയാണ്, കോഴിക്കോട്ട് നിന്നും. എല്ലാ ദിവസവും 12 നമസ്കാരം ചെയ്യുന്നുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഗുരുവായൂരിൽ എല്ലാ മാസവും വരാറുണ്ട്. ഗുരുവായൂരിൽ വന്നപ്പോൾ 1-2 തവണ നാലമ്പലത്തിന്റെ പുറകു വശത്ത് 12 നമസ്കാരം ചെയ്തു. പക്ഷെ എപ്പോഴും സാധിക്കില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ ചുറ്റമ്പലത്തിൽ എവിടെയെങ്കിലും നിന്ന് നമസ്കരിക്കാൻ സാധിക്കുമോ? ഒന്ന് ഉത്തരം പറഞ്ഞു തരണേ സവിത. ഞാൻ ഇതിനു മുൻപും വീഡിയോയിൽ കേട്ടിട്ടില്ല, ഉണ്ടെങ്കിൽ ആ ലിങ്ക് ഒന്ന് തന്നാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ചുറ്റമ്പലത്തിലോ നാലമ്പലത്തിലോ എവിടെ വേണമെങ്കിലും നമസ്കരിക്കാം. ഈ നാലമ്പലത്തിൽ നമസ്കരിക്കുമ്പോഴത്തെ പരിമിതി എന്താ വെച്ചാൽ ഗുരുവായൂർ ക്ഷേത്രം വളരെ ചെറിയതാണ്. അതായത് അതിന്റെ ക്രൗഡ് വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ്. അമ്പലത്തിൽ സ്ഥലം പ്രിമൈസസ് വളരെ കുറവാണ് അല്ലേ. അപ്പൊ നമുക്ക് നാലമ്പലത്തിനകത്ത് നിന്ന് സഹസ്രനാമമോ നാരായണീയമോ ഒക്കെ മുഴുവനായിട്ടും വായിക്കണം വെച്ചാൽ തരാവില്ല. കുറച്ചൊന്ന് വായിക്കുമ്പോഴേക്കും അവർ വന്നിട്ട് പറയും നമ്മുടെ അടുത്ത് പുറത്തേക്ക് പോകാൻ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും കൂടി നിന്നാൽ, പ്രത്യേകിച്ച് ഈ വേനലവധിയുടെ സമയത്തൊക്കെ ആണെങ്കിലുണ്ടല്ലോ, ചൂടെടുത്തിട്ട് വല്ലാതെ ബുദ്ധിമുട്ടാവും. കുറേ ആളുകൾ തിങ്ങി നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് പുറത്തേക്ക് കിടക്കാൻ പറയാറുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ പുറത്ത് എവിടെങ്കിലും നമസ്കരിക്കാൻ പറ്റുമോ വെച്ചാൽ എവിടെ വേണമെങ്കിലും നമുക്ക് നമസ്കരിക്കാം. നമസ്കരിക്കുമ്പോൾ തെക്ക് വശം ഒഴിവാക്കിയിട്ട് തെക്കോട്ട് നമസ്കരിക്കരുത് സ്ത്രീകളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. സ്ത്രീകൾ നമസ്കരിക്കുമ്പോൾ തെക്കോട്ട് നമസ്കരിക്കേണ്ട, കിഴക്കോ പടിഞ്ഞാറോ ആയിട്ട് നമസ്കരിച്ചോളൂ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏതാ തെക്ക് വശം എന്ന് ചോദിച്ചാൽ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിന്റെ ഭാഗമാണ് തെക്ക് വശം, അല്ലെങ്കിൽ കൂവളത്തിന്റെ ആ ഭാഗമാണ് തെക്ക് വശം. അപ്പൊ ആ ഭാഗത്തേക്ക് അല്ലാതെ വേറെ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും നമുക്ക് നമസ്കരിക്കാം. ഇനി നമസ്കരിക്കാനുള്ള സ്ഥലം പറഞ്ഞു തരൂ എന്നാണെങ്കിൽ, കൂത്തമ്പലത്തിന്റെ അവിടെ ഇരിക്കാറില്ലേ ആളുകൾ, അതിൽ കുറച്ചൊന്ന് ഒതുങ്ങി മാറി നിന്ന് നമുക്ക് വേണമെങ്കിൽ നമസ്കരിക്കാം. പക്ഷെ എല്ലാവരാലും ശ്രദ്ധിക്കപ്പെടും. അപ്പൊ നമുക്ക് കുറച്ച് നാണവും ചമ്മലും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും അല്ലാട്ടോ, ചില ആൾക്കാർക്കെങ്കിലും അങ്ങനെ തോന്നാം എല്ലാവരുടെ മുമ്പിൽ നിന്ന് നമസ്കരിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന്. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ പടിഞ്ഞാറ് വശത്ത് നമുക്ക് അവിടെ വിശ്വരൂപം, ഞാൻ പറയാറില്ലേ വിശ്വരൂപത്തിന്റെ ശില്പം ഉണ്ടെന്ന്, അതിൻ്റെ അവിടേക്ക് കുറച്ചൊന്ന് ഒതുങ്ങി നിന്നാല്, അതും ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്ന സ്പോട്ട് തന്നെയാണ്, എന്നാലും നമുക്കൊന്ന് വേണമെങ്കിൽ ഒതുങ്ങി നിന്ന് നമസ്കരിക്കാവുന്നതാണ്. ഇനി അത് പറ്റിയില്ല വെച്ചാൽ നമുക്ക് വേണമെച്ചാൽ ഭഗവതി അമ്പലത്തിൻ്റെ അവിടെ വന്നിട്ട് അവിടെ നിന്ന് ഭഗവതി അമ്മയ്ക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് തന്നെ, അവിടെ കുറച്ച് പേരൊക്കെ ഇരിക്കുന്നുണ്ടാവും, വളരെ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ, അവിടെ നിന്നുകൊണ്ട് നമുക്ക് നമസ്കരിക്കാൻ സാധിക്കും. ഇനി ഇതല്ലെങ്കിൽ പഴയ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ, അതായത് ചോറൂൺ നടത്തുന്ന ഹാളിൻ്റെ അവിടേക്ക് മുകളിലേക്ക് കയറില്ലേ, ആ ഒരു ഭാഗത്ത് അവിടെ എവിടെയെങ്കിലും നിന്നുകൊണ്ടാണെങ്കിലും നമുക്ക് നമസ്കരിക്കാവുന്നതാണ് കേട്ടോ. പണ്ടൊക്കെ ഉണ്ടല്ലോ അനേകം ഭക്തര് അവിടെ ഇവിടെയൊക്കെ നിന്ന് നമസ്കരിക്കുന്നത് കാണാറുണ്ടായിരുന്നു. എന്നാൽ ഇന്നുള്ള ആളുകൾക്ക് അത്രയൊന്നും നമസ്കാരത്തിന് പ്രാധാന്യം ഇല്ല തോന്നുന്നു. അധികം പേരൊന്നും അങ്ങനെ നമസ്കരിക്കണ കാണാറില്ല. കൊടിമരത്തിന്റെ ചോട്ടിലൊക്കെ 1-2 നമസ്കരിച്ചാലായി എന്നല്ലാതെ ഒരുപാട് തവണ നമസ്കരിക്കുന്നവരെയൊന്നും അങ്ങനെ കാണാൻ സാധിക്കണില്ല കേട്ടോ. പണ്ടൊക്കെ ഇതൊരു സ്ഥിരം കാഴ്ചയായിരുന്നു. കൂത്തമ്പലത്തിന്റെ അവിടെ നിന്ന് നമസ്കരിക്കുന്നവരുണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വിശ്വരൂപത്തിന്റെ അടുത്ത് നിന്ന് നമസ്കരിക്കുന്നവരുണ്ടായിരിക്കും. എവിടെയെങ്കിലും ഒക്കെ നമസ്കരിക്കുന്നവരെ കാണാതെ നമുക്ക് അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോരാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും കാണാനില്ല. ഒന്നാമത് ആരോഗ്യസ്ഥിതിയും വളരെ മോശമാണല്ലോ ആളുകളുടെ. നമസ്കരിക്കാൻ വിചാരിച്ചാലും മോഹണ്ടാച്ചാലും തരാവാത്ത ആൾക്കാരാണ് കൂടുതലും തോന്നുന്നു അല്ലേ. എന്തായാലും ഇനി വരുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് നമസ്കരിക്കാൻ ശ്രമിച്ചു നോക്കൂ കേട്ടോ. അടുത്തതായിട്ട് അഭിമന്യു എന്ന ഐഡിയിൽ നിന്നാണ്. അമ്മയുടെ പേരെന്താന്ന് മനസ്സിലായില്ല. സവിത എൻ്റെ മകനോട് ആരെന്ത് ചോദിച്ചാലും ദേഷ്യത്തോടെ ചാടിക്കടിച്ചേ സംസാരിക്കുള്ളൂ. ചിലപ്പോൾ ഒന്നും മിണ്ടാതെ കേൾക്കാത്ത പോലെ ഇരിക്കും. എന്തിനും മടിയാണ്. ഇത് മാറാൻ എന്താണ് ചെയ്യേണ്ടത്? കുട്ടിയോട് നമ്മൾ കുറേ നേരം സംസാരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. എന്തെങ്കിലും മനസ്സിൽ അവൻ്റെ വിഷമങ്ങൾ ഉള്ളതുകൊണ്ടാണോ അവനിങ്ങനെ ഓവർ റിയാക്ട് ചെയ്യണമെന്നുള്ളത് അറിയില്ലല്ലോ. ഇനി സ്വഭാവമേ അങ്ങനെയാണ് എന്നാണെങ്കിൽ നമുക്ക് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുക തന്നെ ചെയ്യാം.
നാരായണീയത്തിലെ 45-ാമത്തെ ദശകം ചൊല്ലി നമസ്കരിച്ചോളൂ. എല്ലാ ദിവസവും മകന്റെ ആ ഒരു റഫ്നെസ് ഒക്കെ മാറിയിട്ട് സോഫ്റ്റ് ആവാനും കൈൻഡ് ആവാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഗുരുവായൂരപ്പനെ ഏറ്റവും ഇഷ്ടം ആരോടാന്നറിയോ? അമ്മമാരോടാന്ന് തോന്നാറുണ്ട് എനിക്ക്. ഉണ്ണീ കൃഷ്ണ എന്ന് വിളിച്ച് ചെല്ലുന്ന അമ്മമാരോട് ഒരു പ്രത്യേക തരത്തിലുള്ള വാത്സല്യമുണ്ട്. ആചാര്യൻ പറയാറുണ്ട് കേട്ടോ, അമ്മമാരെ അനുഗ്രഹിക്കണതിൽ കുറച്ചധികം ഭഗവാന് നിഷ്ഠയുണ്ടെന്ന്. അതുകൊണ്ട് ഈ അമ്മ മനസ്സുകൾ എന്ത് പോയി പറഞ്ഞാലും ഭഗവാൻ കേൾക്കും. ഉണ്ണി കൃഷ്ണ, എൻ്റെ ഉണ്ണിക്ക് ഉണ്ടല്ലോ ഇന്ന കുഴപ്പങ്ങളൊക്കെ കാണിക്കണ്ട, അവൻ ഞാൻ എന്താ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിച്ചാലുണ്ടല്ലോ ഉണ്ണികൃഷ്ണൻ വേഗം നേരെയാക്കി തരും. കാരണം എന്താണെന്നറിയോ? ഉണ്ണികൃഷ്ണ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ ഉണ്ണികൃഷ്ണന്റെ അമ്മയുടെ സ്ഥാനത്താ കാണുന്നത്. അപ്പോൾ എൻ്റെ അമ്മ വിഷമിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഉണ്ണികൃഷ്ണന് ആക്ഷൻ എടുക്കണേന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. അമ്മയുടെ പ്രാർത്ഥന ഒരിക്കലും ഗുരുവായൂരപ്പൻ തള്ളിക്കളയില്ല കേട്ടോ. അടുത്തതായിട്ട് കുറെ അവിടെ ഇവിടെ ആയിട്ടാണ് ചോദ്യം കിടക്കണേ കേട്ടോ. ഓക്കെ, സൗദ നമസ്കാരം. എൻ്റെ ഹസ്ബൻഡിന് ബ്രെയിൻ സ്ട്രോക്ക് വന്നു. ഞാൻ 3 മാസം വല്ലാത്ത മാനസികാവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. ഡോക്ടേഴ്സ് എല്ലാവരും ലക്കിയാണെന്ന് പറഞ്ഞു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം. ഹരേ കൃഷ്ണ. ആ സമയത്ത് മമ്മിയൂരപ്പന് ജലധാരയ്ക്കും മൃത്യുഞ്ജയ ഹോമത്തിനും ഒക്കെ കൊടുത്തു. ഗുരുവായൂരിൽ നെയ്വിളക്കും അർച്ചനയ്ക്കും കൊടുത്തിരുന്നു. ആ സമയത്ത് തോന്നിയ വഴിപാട് അപ്പോൾ ചെയ്തു വെബ്സൈറ്റിലൂടെ. ഇനിയും വരാതിരിക്കാനുള്ള മെഡിസിനൊക്കെ കഴിക്കുന്നുണ്ട്. അല്ലാതെ എന്ത് വഴിപാടാണ് ഗുരുവായൂരപ്പന് ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞു തരുമോ സവിത? നാരായണീയം വായിക്കുന്നുണ്ട്. അതിൽ ഏത് ദശകമാണ് പ്രത്യേകമായിട്ട് വായിക്കേണ്ടത് എന്നുകൂടി പറഞ്ഞു തരണം സവിത. നാരായണീയത്തിൽ 65 തൊട്ട് 69 വരെ എന്തായാലും വായിക്കുന്നുണ്ടാവും. ഷൈനി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഷൈനി മണികണ്ഠനാണ് ചോദിച്ചിരിക്കുന്നത്. ഷൈനി എന്നാണ് എനിക്ക് തോന്നുന്നത്. നാരായണീയം മുഴുവനായിട്ടും രോഗശാന്തിക്ക് വളരെ നല്ലതാണ്. കൂടാതെ 8-ാമത്തെ ദശകത്തിലെ അവസാനത്തെ ശ്ലോകം ദിവസേന ഒരു 108 തവണയെങ്കിലും ചൊല്ലി നമസ്കരിക്കൂ. അത് ആരോഗ്യം ഉണ്ടാവാൻ ഏറ്റവും നല്ലതാണ്. ഇനി ഇതൊന്നുമല്ലാതെ വിപ്രപത്നി അനുഗ്രഹം എന്ന ഒരു ഭാഗം ഉണ്ട് കേട്ടോ. ബ്രാഹ്മണരുടെ പത്നിമാരെ അനുഗ്രഹിച്ച കഥയാണ് ഗുരുവായൂരപ്പൻ. ഇത് ബ്രാഹ്മണർന്ന് അങ്ങനെയൊന്നുമില്ല. എന്തായാലും ഭഗവാൻ ബ്രാഹ്മണരുടെ ഭാര്യമാരെ അനുഗ്രഹിച്ച കഥയാണ് ഈ വിപ്രപത്നി അനുഗ്രഹം എന്ന ഭാഗത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഭാഗം എല്ലാ ദിവസവും ചൊല്ലി നമസ്കരിച്ചോളൂ. അദ്ദേഹത്തിനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണല്ലോ. വിപ്രപത്നി അനുഗ്രഹത്തിന്റെ കഥ അതല്ല കേട്ടോ. അറിയാത്തവർ കമന്റ് ചെയ്തോളൂ. നമുക്ക് അടുത്ത ദിവസം എന്തായാലും ആ കഥയും കൊണ്ട് വരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് അത്ര ചോദ്യങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ. പെട്ടെന്ന് പ്രീഷൂട്ട് ചെയ്ത് വെക്കുകയാണ്. എനിക്ക് വേഗം പോയി ഒരു യാത്ര ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഷോർട്ട് വീഡിയോ ആയിട്ട് വന്നത്. വീഡിയോ ഇല്ലാത്തതിനേക്കാളും നല്ലതല്ലേ ചെറിയ വീഡിയോ കൊണ്ടുവരുന്നതെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇന്ന് ചെറിയ വീഡിയോയും കൊണ്ടുവന്നിരിക്കണേ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് ഈ സത്സംഗത്തിലൂടെ കൂടാൻ ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരി.